തല്ലരുത്. കൊല്ലണം നിന്നെ ഞാൻ. എന്റെ ശത്രുക്കളുടെ കൂടെ നടന്നിട്ട് തക്കം കിട്ടുമ്പോ എന്റെ വീട്ടിൽ നിന്ന് കയറും. നിന്നെ ഞാൻ മതിയേട്ടാ, ഇനി രോഹിത് ചത്തുപോകും. പിന്നെ വൃത്തികെട്ടനെ കൊന്ന ദുഷ്പേര് ഏട്ടന്റെ പെടലേക്ക് തന്നെ വരും. നിന്നെ ഇത് ശത്രുക്കളുടെ കൂടെ ചേർന്ന് എന്നെ ചതിച്ചതിനല്ല, എന്റെ അനുജത്തെ ഉപദ്രവിച്ചനാ. മനസ്സിലായോ നിനക്ക്? എന്തിനാണോ ദ്രോഹി നീ ഇങ്ങനെ ജീവിക്കുന്നേ? എന്നെ നീ എങ്ങനെ വിളിക്കരുത്. ഞാൻ നിന്റെ അമ്മയല്ല. ഞാൻ നിന്റെ പാസ്പോർട്ട് എടുത്തോണ്ട് പൊയ്ക്കോ. ഇനി ഈ വീടിന്റെ പരിസരത്ത് നിന്റെ നിഴല് പോലും കാണാൻ പാടില്ല. ഇറങ്ങി പോടാ വെളിയില്. ഇറങ്ങി പോടാ വെളിയില്. ചേച്ചി, വേദനയുണ്ട് ചെറിയമ്മേ. ഋതു, ഇതുകൊണ്ട് മാത്രം മതിയാവും തോന്നില്ല. നമുക്കേതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചാലോ? അതൊന്നും വേണ്ട രാജു. ചെറിയൊരു വേദനയുണ്ട്, അത്രേ ഉള്ളൂ. ശ്വാസം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും. അത് ഞാൻ സഹിച്ചോളാം. എന്നാലും യൂസ്ലെസ് അവൻ ഒളിച്ചിരിക്കുകയായിരുന്നു. ഓർക്കപ്പുറത്തല്ലേ അവൻ എന്റെ കഴുത്തിന് കയറി കുത്തിപ്പിടിച്ചത്. അച്ഛൻ ശരിക്കും കൊടുത്തിട്ടുണ്ട്. എനിക്ക് സന്തോഷായി. ഋതുവിന് മാത്രമല്ല, അവനും നല്ലോണം തൃപ്തിയായി. അതിനിടയ്ക്ക് അവന്റെ അമ്മയുടെ വക സ്ഥിരമായിട്ടുള്ളൊരു ഡ്രാമ. അവര് പിന്നെ നല്ല പെർഫോമൻസ് ആണല്ലോ. കോയമ്പത്തൂർ നിൽക്കുന്ന ശേഖർ സാറിനെ വിളിച്ച് വിവരം പറഞ്ഞല്ലോ മാഡം. അയ്യോ, അതൊന്നും വേണ്ട രാജു. ശേഖരേട്ടൻ വെറുതെ പേടിക്കും. പോയ കാര്യം ചെയ്യാതെ വേഗം തിരിച്ചും വരും. വേണ്ട, എഴുന്നേക്കണ്ട. ഞാൻ മാപ്പ് ചോദിക്കുന്നേ അമ്മനി. അയ്യോ, അതിന് അവൻ എന്നെ ഉപദ്രവിച്ചന് ഏട്ടൻ എന്തിനാ മാപ്പ് പറയുന്നേ? വളർത്തു ദോഷത്തിന്. ഞാനല്ലേ ആ ജന്തുവിനെ വളർത്തിയത്. അങ്ങനെയാണെങ്കിൽ ഏട്ടൻ വളർത്തിയതല്ലേ ഈ ഋതുമോളെ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ?